കേരളത്തിൽ ഏറ്റവും വലിയ ലഹളയുണ്ടായത് മുലമറച്ചതിന് കപ്പം പിരിച്ചിട്ടാണ്. ചാന്നാർ ലഹള. ആലപ്പുഴയിലെ ചേർത്തലക്കടുത്ത കണ്ടപ്പൻ്റെ ഭാര്യ നങ്ങേലി മുലമറച്ചതാണ് പ്രശ്നം. നമ്പൂതിരിക്ക് ദേഷ്യം പിടിച്ചതാണ്. കപ്പം പിരിക്കാൻ ആളെ വിട്ടു. നങ്ങേലി കൊള്ളാവുന്നൊരു പെണ്ണാണ്. ഇതല്ലേ പ്രശ്നം. ഇത് നമ്പൂതിരിയോട് പോയി തിന്നാൻ പറ, അത് അരിഞ്ഞ് പാളൽ കൊടുത്തു. ചോര വാർന്ന് മരിച്ചു നങ്ങേലി. ഭാര്യ ചോര വാർന്ന് മരിച്ച ചിതയിൽ നങ്ങേലിയുടെ ഭർത്താവ് കണ്ടപ്പൻ ചാടി ആത്മഹത്യ ചെയ്തു. സതി ആത്മഹത്യ ചെയ്തു. അങ്ങനെ പൊട്ടിപ്പുറപ്പെട്ടതാണ് ചാന്നാർ ലഹള. 1950-കളിൽ അല്ലെ 40-കളിൽ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ആ സമയത്താണ് കേരളത്തിൽ ആ കാര്യം ഉണ്ടായത്. സോറി, 50-കളിലല്ല, സ്വാതന്ത്ര്യത്തിന്റെ മുമ്പാണ് ചാന്നാർ ലഹള. മാറുമറിച്ച് അതിന് ഒരു പരിധിയോളം പരിഹാരം നൽകിയത് ടിപ്പു സുൽത്താനാണ്. ഇന്ന് ആരെതിർത്താലും ടിപ്പുവിന്റെ പേരിനോട് ചതുർത്ഥിയുള്ള കുറെ ആളുകൾ വരുന്നുണ്ട് ഇവിടെ. പക്ഷേ കേരളത്തിൽ കീഴാള ഹൈന്ദവ സഹോദരങ്ങൾക്ക്, സഹോദരിമാർക്ക്, പ്രത്യേകിച്ച് സഹോദരിമാർക്ക് മാറുമറക്കാനുള്ള സ്വാതന്ത്ര്യം പോലും നേടിക്കൊടുത്ത ചക്രവർത്തിയുടെ നവോത്ഥാന നായകന്റെ പേര് തന്നെയാണ് 101 വട്ടം ഷഹീദ് മില്ലത്ത് ടിപ്പു സുൽത്താൻ. അതൊരു സംശയ കാര്യത്തിലില്ല. അത്രയും എത്രയോ ദൂരത്തു നിൽക്കേണ്ട ഒരു ചെറുമന്മാർക്ക് ദൂരെ പോയി നിൽക്കണം. സഭയിൽ വരാൻ പറ്റൂല. പക്ഷെ ആ ചെറുമന്മാർ പോയി തൊപ്പിയിട്ടാൽ, മുസ്ലിമായി വന്നാൽ പിന്നെ അവന് എവിടെയും ഇരിക്കാം, ഏത് സഭയിലും വന്നിരിക്കാം, ചിത്രം അവനെത്തി ചാരത്തിരുന്നിടാം. ചുറ്റും പേടിക്കേണ്ട തമ്പുരാരെ, ഒരു പ്രമാണിയെയും പിന്നെ പേടിക്കേണ്ട കാര്യമില്ല. അങ്ങനെയാണ് കേരളത്തിൽ ഇസ്ലാമിലേക്ക് ദളിതുകൾ കൂട്ടമായി വന്നത്. ആ കൂട്ടമായി വന്ന ദളിത് ഹിന്ദുക്കളുടെ മക്കളാണ് നമ്മളെല്ലാവരും. അതാണ് നമ്മുടെ ഒരു ചരിത്രം. സ്ത്രീകളും കൂടുതൽ വന്നു. ഈ കേരളത്തിൽ യുക്തിവാദ പ്രസ്ഥാനം തുടങ്ങിയ, മലയാള യുക്തിവാദ പ്രസ്ഥാനം തുടങ്ങിയത് ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യൻ എന്ന് പറയപ്പെടുന്ന സഹോദരൻ അയ്യപ്പൻ. അദ്ദേഹത്തിൻ്റെ മകളുടെ പേര് ആയിഷ എന്നായിരുന്നു. ആലോചിക്കണം, കേരളത്തിലെ യുക്തിവാദ പ്രസ്ഥാനത്തിൻ്റെ നേതാവിൻ്റെ മകളുടെ പേര് ആയിഷ. ചരിത്രമാണത്. യുക്തിവാദ പ്രസ്ഥാനത്തിൻ്റെ നേതാവിൻ്റെ മകളുടെ പേര്. ഇത് ഇന്നത്തെ ഈ വലതുപക്ഷ യുക്തിവാദ നാസ്തികരെ കുറിച്ചല്ല പറയുന്നത്. ഇന്നത്തേതാണ് മുസ്ലിം വിരുദ്ധ യുക്തിവാദം. അന്ന് അറിവന്വേഷണം എന്ന അർത്ഥത്തിൽ കേരളത്തിൽ യുക്തിവാദം ഉണ്ടായിരുന്നു. സാമൂഹിക ദുരാചാരങ്ങൾക്കെതിരായ ഒരു സംഘാടനം എന്നുള്ള അർത്ഥത്തിൽ കുറെ അഭ്യസ്തവിദ്യരായ ആളുകളുടെ കൂട്ടായ്മ എന്നുള്ള നിലയിൽ യുക്തിവാദം ഉണ്ടായിരുന്നു. അപ്പൊ ആ കാലഘട്ടത്തിലാണ് ഈ ആയിഷ എന്നുള്ള പേരിടുന്നത്. അപ്പൊ സഹോദരൻ അയ്യപ്പനോട് ചോദിച്ചു, നിങ്ങളെന്താണ് ഇങ്ങനെ നിങ്ങളുടെ മകൾക്ക് ഒരു മുസൽമാന്റെ പേരിട്ടത്? അപ്പൊ അന്ന് സഹോദരൻ അയ്യപ്പൻ പറഞ്ഞ മറുപടി, ലോക സ്ത്രീകളെ, ദളിത് പിന്നോക്ക കീഴാള സ്ത്രീകളെ വിമോചിപ്പിച്ച പ്രസ്ഥാനമാണ് ഇസ്ലാം. ആ ഇസ്ലാമിലെ ഏറ്റവും ചന്ദ്രശോഭയാർന്ന മുഖമാണ് പ്രവാചക പത്നിയായ സയ്യിദ സിദ്ദീഖ ആയിഷ റളിയല്ലാഹു അൻഹ. ഇപ്പൊ സ്ത്രീ വിമോചന പ്രതീകം എന്നുള്ള നിലയിൽ എൻ്റെ മകൾക്ക് ഞാൻ ആയിഷ എന്നല്ലാതെ പിന്നെ ഏത് പേരാണ് ഇടേണ്ടത്? അങ്ങനെ ഈ മമ്പുറം തങ്ങളുടെ അരികിലേക്ക് വന്നിട്ട് ആയിഷയായി മാറിയ ചരിത്രമുണ്ട് മലപ്പുറത്തും. അത് മലബാർ ലഹളയുടെ കാലത്ത്. അങ്ങനെയാണ് അവിടെ ഈ ചേരൂർ പട പോലും ഉണ്ടാവുന്നത്. അവിടെ ഈ തിരൂരങ്ങാടി ഈ പറയുന്നത് പോലെ ഒരു വീട്ടിൽ, ഒരു നമ്പൂതിരി വീട്ടിൽ, ഒരു സവർണ വീട്ടിൽ മുറ്റം തളിക്കുന്ന അടിച്ചു വരുന്ന പെണ്ണിന്റെ പേരാണ് ചക്കി. അവരെ ഈ പറയുന്നത് പോലെ മാറുമറച്ചതിന്റെ പേരിൽ ഇതേപോലെ പീഡിപ്പിക്കാനോ ഉപദ്രവിക്കാനോ ശ്രമിച്ചു. അവർ മമ്പുറം തങ്ങളുടെ അരികെ വന്നിട്ടാണ് അഭയം തേടിയത്. ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ വരുന്നതാണ്, എനിക്ക് ആ വീട്ടിൽ നിൽക്കാൻ പറ്റുന്നില്ല. മമ്പുറം തങ്ങൾ കലിമ ചൊല്ലിക്കൊടുത്തു. അങ്ങനെയാണ് അവർ ആയിഷ എന്ന പേര് സ്വീകരിക്കുന്നത്. അപ്പൊ അതൊക്കെ കേരളത്തിന്റെ ചരിത്രമാണ്. അപ്പൊ അങ്ങനെ ഇവിടെ ഇസ്ലാമിനെ ഉണ്ടാക്കിയത് ഈ പറയുന്ന മമ്പുറം തങ്ങൾ, പുത്രൻ ഫസൽ തങ്ങൾ. അതിന് മുന്നോടിയായി വരുന്ന അതിലൊക്കെ പിന്നീട് അതൊക്കെ 18-ാം നൂറ്റാണ്ടിൽ വരുന്ന ചരിത്രങ്ങളാണ്. അതിന്റെ മുമ്പുള്ളതാണ് ഞാൻ ഈ പറഞ്ഞ ഷെയ്ഖ് ഷിഹാബുദ്ദീൻ കാസറൂനി, ഫഖറുദ്ദീൻ, അതേപോലെ ഷെയ്ഖ് അബൂ സിദ്ദ, ഹുസൈൻ സലാത്ത, ബദറുദ്ദീൻ മഅബരി, ഹസനുൽ മസ്ത എന്നൊക്കെ പറയുന്ന കേരളത്തിലുണ്ടായിരുന്ന റഹിമഹുമുള്ള സൂഫികൾ. പിന്നീട് ഞാൻ ഷോട്ടാകുന്നു, നമ്മുടെ കാലത്തേക്ക് വരികയാണ്. ഇപ്പോൾ 1300 ഒക്കെ ആയി, 1400. പിന്നെ കേരളത്തിൻ്റെ ചരിത്രം മാറുന്നത് മഖ്ദൂം കുടുംബം വരലോട് കൂടിയാണ്.
ഈ കേരളത്തിൻ്റെ ഇസ്ലാമിന് രണ്ട് ബന്ധമാണുള്ളത്. ഒന്ന് തമിഴ്നാടുമായിട്ടും മറ്റൊന്ന് മക്കയുമായിട്ടും. തമിഴ്നാടുമായിട്ടുള്ള ബന്ധം വരുന്നത് കേരളത്തിലെ എല്ലാ തങ്ങന്മാരും ഒരുവിധം ഇപ്പോൾ വളപട്ടണം തങ്ങന്മാർ, കേരളത്തിലെ തങ്ങന്മാർക്ക് യമനുമായിട്ട് നല്ല ബന്ധമുണ്ട്. തെരീം ബാഫക്ക് ഈ കുടുംബമൊക്കെ പോകുന്നത് തെരീമിലേക്കാണ്. അപ്പോൾ യമൻ എന്ന് പറയുന്നത് ലോക ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടേണിംഗ് പോയിന്റ് ആണ് യമൻ. ഒരുപക്ഷെ ഇന്നും അങ്ങനെ തന്നെയാണ്. ഈ യമൻ്റെ ഞാൻ നേരത്തെ ഈ കേരളത്തിൻ്റെയും സിലോണിൻ്റെയും ജോഗ്രഫിക്കൽ പൊസിഷൻ എന്ന് പറഞ്ഞ പോലെ ലോക രാഷ്ട്രീയ അറ്റ്ലസ് ശ്രദ്ധിക്കുന്നവർക്കറിയാം യമനിൻ്റെ ഒരു പൊസിഷൻ. യമൻ എന്ന് പറഞ്ഞാൽ യമൻ്റെ താഴെ ചെറിയൊരു കടലെടുക്കാണ്. ഈ ഇസ്രായേലിലേക്ക് പോകുന്ന അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും ഒട്ടുമിക്ക കപ്പലുകളും ഹൂത്തികൾ ആക്രമിക്കാൻ അവർക്കൊരു സൗകര്യം കിട്ടുന്നത് ആ 15 കിലോമീറ്റർ മാത്രം വീതിയുള്ള കടലെടുക്കാണ്. ഇപ്പം യമനിൽ നിന്ന് ലോകത്തിൻ്റെ പല ഭാഗത്തേക്കും സഞ്ചരിക്കാനും തിരിച്ചും മറിച്ചുമൊക്കെ ഒരു സൗകര്യമുണ്ട്. അപ്പോൾ അൽ ഈമാനു യമാനിയൻ വൽ ഹിക്മത്തു യമാനി, അതൊക്കെ ഹദീസാണ്. ഈമാൻ യമനിയാണ്, വിവരവും അതേപോലെ ഇസ്ലാമികമായ അറിവും യമനികമാണ് എന്ന് പ്രവാചക തിരുമേനി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പം ഈ യമനിലുള്ള ഒരു സ്ഥലമാണ് മഅബർ. യമനിലെ മഅബറിൽ നിന്നാണ് ഈ ആദ്യമായി മഖ്ദൂം കുടുംബത്തിൻ്റെ പിതാവായ സൈനുദ്ദീൻ ഇബ്രാഹിം ബിൻ അഹ്മദ് എന്ന് പറയുന്നയാൾ വരുന്നത്. കേരളത്തിലേക്കല്ല അദ്ദേഹം വരുന്നത്, അദ്ദേഹത്തിൻ്റെ സംഘം തമിഴ്നാട്ടിലേക്കാണ് വരുന്നത്. അന്ന് കേരളവും തമിഴ്നാടും ഇല്ല. അന്ന് വരുന്നത് അവർ ഇസ്ലാം വ്യാപിപ്പിക്കുന്നത് നമ്മളിപ്പോൾ ഏറവാടിയിലും നാഗൂറിലൊക്കെ പോകുന്നുണ്ട്. അവിടെയാണ് തെക്കേ ഇന്ത്യയിൽ ഇസ്ലാമിൻ്റെ ആരംഭം വരുന്നത്. കീഴക്കര, കായൽപട്ടണം, മധുര, തഞ്ചാവൂർ, തിരുച്ചിറപ്പള്ളി, നാഗൂർ തുടങ്ങിയ തമിഴ്നാടിൻ്റെ കിഴക്കൻ പ്രദേശം, അവിടെയാണ് ഇവർ വന്നത്. പിന്നെ ഇദ്ദേഹം എന്ത് ചെയ്തു? ഈ പറയുന്ന സൈനുദ്ദീൻ ഇബ്രാഹിം ബിൻ അഹമ്മദ് പൊന്നാനിയിൽ വന്നു. കേരളത്തിലേക്ക് എത്തും, പൊന്നാനിയിൽ വരുന്നു. പൊന്നാനിയിൽ ഇവർ വരലോട് കൂടെയാണ്, അതായത് ഏകദേശം 16-ാം നൂറ്റാണ്ട് 1500-കൾ. ആ സമയത്താണ് കേരളത്തിൻ്റെ ഇസ്ലാം വളരെ അതിവേഗം ഒരു മാറ്റം, വൈജ്ഞാനികമായ വികാസം കൈവരിക്കുന്നത്. അതേപോലെ അറബികളുമായുള്ള സമ്പർക്കമുണ്ട്. വാണിജ്യത്തിൽ വളരെ മുൻപന്തിയിലായിരുന്നു, സൈലന്റ് ആയിരുന്നു. വൈജ്ഞാനികമായ കൃതികളോ വലിയ വലിയ എന്തെങ്കിലും പ്രത്യേകിച്ച് പറയത്തക്ക സംഭാവനകളോ ചരിത്രത്തിൻ്റെ ഭാഗമാവാൻ ഉണ്ടായിരുന്നില്ലാത്ത, ഇന്ന് നമുക്ക് ലഭ്യമല്ലാത്ത കാലമാണ് അതിന് മുമ്പുള്ള കാലം. പക്ഷെ ഇവർ പൊന്നാനിയിൽ ഒരു പുതിയ ഇസ്ലാമിൻ്റെ നാഗരികത കെട്ടിപ്പൊക്കലോടുകൂടെ വാസ്തവത്തിൽ കേരളത്തിൻ്റെ ചിത്രം മാറി. കേരളം ലോക മുസ്ലിങ്ങൾക്ക് മാതൃകയായി മാറി. പൊന്നാനിയിൽ സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമനും അതേപോലെ സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമനും. സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമൻ എന്ന് പറഞ്ഞാൽ സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ്റെ മകൻ്റെ മകനാണ്, പൗത്രനാണ് റഹിമഹുമുല്ലാഹ്. സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമൻ മുഹമ്മദ് അൽ ഖസാലി പൊന്നാനിയിലല്ല, അദ്ദേഹം അവിടെ മാഹി ചോമ്പാൽ തലശ്ശേരിക്കടുത്ത കുഞ്ഞിപ്പള്ളിയിലാണ്. ഇവരൊക്കെ വലിയ മുഫ്തിമാരാണ്, വലിയ ഖാദിൽ ഖുലാത്താണ്. ആ തറവാട് ഏകദേശം 1800-കൾ വരെ കേരള മുസ്ലിങ്ങളെ നിയന്ത്രിച്ചു. കേവലം വൈജ്ഞാനികമായ ആത്മീകമായ രംഗത്ത് നിയന്ത്രിച്ചു. വൈജ്ഞാനികമായ രംഗവും അവർ തന്നെ മുസ്ലിങ്ങൾക്ക് വലിയൊരു മാതൃക, ഏറ്റവും വലിയൊരു അവരെ മുസ്ലിം സമൂഹത്തെ അവർ സമുദ്ധരിച്ചു. രാഷ്ട്രീയപരമായി മുസ്ലിം സമൂഹത്തിന് നേതൃത്വം കൊടുത്തത് മഖ്ദൂം കുടുംബം തന്നെയാണ്. കാരണം ആ കാലഘട്ടത്തിൽ കേരളം എന്നില്ല, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, നമ്മുടെ ഈ തീരപ്രദേശത്തെ ഭരിച്ചിരുന്നത് പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസുകാർ ആധിപത്യം സ്ഥാപിക്കുന്ന കാലത്ത് ഇവിടെയുള്ള തദ്ദേശീയ രാജവംശം എന്ന് പറയുന്നത് സാമൂതിരി രാജവംശമാണ്. ആ സാമൂതിരി രാജവംശം മതപരമായ കാര്യങ്ങൾക്ക് ഉപദേശം തേടിയിരുന്നത് ഈ പൊന്നാനി സൈനുദ്ദീൻ മഖ്ദൂം കുടുംബത്തോടാണ്. അവരായിരുന്നു മുഫ്തിമാർ. മാത്രമല്ല മുസ്ലിങ്ങൾ സാമൂതിരിയുടെ പട്ടാളത്തിൽ ചേരണോ ചേരണ്ടേ എന്നുള്ള കാര്യത്തിൽ നയപരമായ തീരുമാനങ്ങൾ അവസാന വാക്ക് പറഞ്ഞിരുന്ന തറവാട് അന്ന് പൊന്നാനിയിലെ മഖ്ദൂം തറവാടായിരുന്നു. പോർച്ചുഗീസുകാർക്കെതിരെ സമരം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന കൃതികൾ ആ തറവാട്ടിൽ നിന്ന് വന്നു. സൈഫുൽ ബത്താർ അലാമൻ ഇവാലിൽ കുഫാർ, പോർച്ചുഗീസുകാർക്കെതിരെ, പോർച്ചുഗീസുകാരോട് സഖ്യത്തിലായവർക്കെതിരെ യുദ്ധത്തിന് പ്രേരിപ്പിക്കുന്ന ഗ്രന്ഥങ്ങളൊക്കെ വന്നു. ആ കുടുംബത്തിൽ നിന്ന് തന്നെ ഫതുഹുൽ മൊയ്ൻ വന്നു. ആ കുടുംബത്തിൽ നിന്ന് അദ്ഖിയ എന്ന് പറയുന്ന സൂഫി തസവുഫിന്റെ വലിയൊരു കാവ്യ ഗ്രന്ഥം വന്നു. ആ കുടുംബത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ തുഹ്ഫത്തുൽ മുജാഹിദീൻ, നമ്മൾ ഈ പറയുന്ന ചരിത്രമൊക്കെ അതിലേക്കാണ് മടങ്ങുന്നത്. അത്തരം ഗ്രന്ഥങ്ങൾ വന്നു. ആ കുടുംബം അല്ലെങ്കിൽ മഖ്ദൂം തങ്ങന്മാർ എന്നാണ് നമ്മൾ പറയാറുള്ളത്. തങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ വലിയ പണ്ഡിതന്മാരൊക്കെ ശംസുൽ ഉലമയെ കുറിച്ച് തങ്ങൾ എന്ന് പറയാറുണ്ട്. ചിലപ്പോൾ ആൾക്കാർ ചോദിക്കും ശംസുൽ ഉലമ തങ്ങളല്ലല്ലോ. തങ്ങൾ എന്ന പ്രയോഗം
അഹ്ലു ബൈത്തിൽപ്പെട്ട പ്രവാചക കുടുംബത്തിൽപ്പെട്ടവരുടെ സയ്യിദ്, ഷരീഫ്, അഷ്റഫ്, ആ പദമാണ്. തങ്ങൾ എന്ന മലയാളത്തിന് തങ്ങന്മാരെ കുറിച്ചും പറയാറുണ്ട്. ഇനി അതേസമയം ഒരുപാട് വ്യക്തികൾ ചെയ്യുന്ന സേവനം ഒരു വ്യക്തി തന്നെ ചെയ്താൽ അത്രയും വലിയ ഉലമാഇ ആലിമീങ്ങളെ കുറിച്ചും തങ്ങൾ എന്ന് പറയാറുണ്ട്. ആ ഒരു പ്രയോഗമാണ് ശംസുൽ ഉലമാ തങ്ങൾ, കുത്തുബി തങ്ങൾ എന്നൊക്കെ പറയുന്ന പ്രയോഗം. അതേപോലെയാണ് മഖ്ദൂം തങ്ങന്മാർ. അത് അഹ്ലു ബൈത്തിൽ പെട്ടതല്ല, പക്ഷേ അവര് വ്യക്തിപരമായി ഒരാളായിരുന്നില്ല. ഒരു വ്യക്തി തന്നെ ഒരുപാട് സംഭാവനകൾ ചെയ്ത ലോക മാതൃകയായിരുന്നു. അപ്പോൾ അവരെ തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിൽ വന്നു. കേരളീയ ഇസ്ലാമിനെ വളരെ കൃത്യമായി അവർ മുന്നോട്ട് കൊണ്ടുപോയി. അതേപോലെ തന്നെ അവർ മക്കയിൽ പോയി പഠിച്ചതിനാൽ നമ്മുടെ ഇസ്ലാമിനെ, ഞാൻ പറഞ്ഞ പോലെ തമിഴ്നാടുമായി ഇങ്ങനെ ബന്ധമുണ്ട്. മറ്റൊരു ബന്ധം മക്കയുമായാണ്. ഇസ്ലാമിൻ്റെ ആവിർഭാവമുണ്ടായ എല്ലാത്തിൻ്റെയും എല്ലാമായ മക്ക. കാരണം ഈ സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമൻ മക്കയിൽ പോയി ഒരു 10 വർഷത്തോളം അവിടെ ദർസിൽ പഠിച്ചു. അവിടെ മുദരിസായി ജോലി ചെയ്തു. അദ്ദേഹം അവിടെ ഇബ്നു ഹജറുൽ ഹൈതമി റഹിമഹുല്ല, ഇസുദ്ദീൻ അബ്ദുൽ അസീസ് സുമരി തുടങ്ങിയ മഹാലോക പണ്ഡിതന്മാരിൽ നിന്നാണ് കിതാബ് പഠിച്ചത്, അദ്ദേഹത്തിൻ്റെ ഉസ്താദ്. അതേപോലെ ഹസൻ സദ്ദീഖിൽ ബഖരി എന്ന് പറയുന്ന മഹാസൂഫിയായ മഹാപണ്ഡിതൻ, മഹാ തത്വജ്ഞാനി, ആരിഫ്, അവരിൽ നിന്ന് അദ്ദേഹം ഇസ്ലാമിൻ്റെ തസവുഫും കരസ്ഥമാക്കി. ഇതാണ് പ്രധാനപ്പെട്ടൊരു കാര്യം. ഈ മഖ്ദൂം കുടുംബം ഉണ്ടാക്കിയ ഇസ്ലാമിലാണ് കേരളത്തിലുള്ള എല്ലാ സുന്നി സമൂഹവും ഇന്ന് സഞ്ചരിക്കുന്നത്. ഒരുപാട് സുന്നി സമൂഹം, മഹത്തായ സമസ്ത കേരള ജമിയത്തുൽ ഉലമ, അതേപോലെ തന്നെ ഇവിടെ പല ഈ പറയുന്ന സുന്നി നമ്മുടെ സഹോദര പ്രസ്ഥാനങ്ങൾ, ഇങ്ങനെ കേരളത്തിൽ എന്തൊക്കെ സുന്നി സമൂഹങ്ങളുണ്ടോ, അഹ്ലു സുന്ന വൽ ജമാഅത്തിന്റെ വിശാലമായൊരു സമൂഹമുണ്ടോ, ആ സമൂഹം മുഴുവനും സഞ്ചരിക്കുന്നത് ഈ പൊന്നാനി മഖ്ദൂം കുടുംബത്തിന്റെ പാരമ്പര്യത്തിലാണ്. കാരണം അത് 2 പാരമ്പര്യമാണുള്ളത്. ഒരു പാരമ്പര്യം എന്ന് പറയുന്നത് ഈ വൈജ്ഞാനികമായ പാരമ്പര്യമാണ്. പള്ളി ദർസ്, അറബി കോളേജ്, കിതാബ് ഓതുക, പഠിപ്പിച്ചു കൊടുക്കുക, പണ്ഡിതന്മാരെ ഉണ്ടാക്കുക. മറ്റൊരു പാരമ്പര്യം അത് ഇബ്നു ഹജർ ഹൈതമിയിൽ നിന്ന് കിട്ടിയ പാരമ്പര്യമാണ്. ഇസുദ്ദീൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലയിൽ നിന്ന് കിട്ടിയ പാരമ്പര്യമാണ്. മറ്റൊരു പാരമ്പര്യം ഈ ഹസനുൽ ബഖരി അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയ പാരമ്പര്യം തസവുഫിന്റെ പാരമ്പര്യമാണ്. അപ്പോൾ ഓതാൻ സിലബസും മതം പഠിക്കാൻ സിലബസും കൊണ്ടു നടക്കാൻ ഔറാദുകളുടെ സിൽസിലയും ത്വരീഖത്തിന്റെ സിൽസിലയും കേരളത്തിൽ ഈ മഖ്ദൂം തങ്ങന്മാർ പ്രചരിപ്പിച്ചു. അതുകൊണ്ടാണ് ഇവിടെ ഈ പറയുന്നത് പോലെ ദർസ് തന്നെ. ഇപ്പോൾ ഈ പള്ളിയിൽ ഉറൂസും ഉണ്ട്, ഇവിടെ ദർസും ഉണ്ട്, മുദരിസുമാരും ഉണ്ട്, സൂഫികളും ഉണ്ട്. ഈ രീതി മഖ്ദൂം രീതിയാണ്, മഖ്ദൂമി രീതിയാണ്, മഖ്ദൂമി സിലബസ് എന്നാണ് നമ്മൾ പറയാറുള്ളത്. പഠിക്കാനുള്ള സിലബസ് അവരുണ്ടാക്കി നമ്മളെ ആധ്യാത്മിക ലോകത്ത് പരിശുദ്ധ പ്രവാചകരിലേക്ക് മുട്ടിക്കുന്ന തസവുഫിന്റെ ഒരു ശൃംഖല, ഇതിനാണ് സിൽസില എന്ന് പറയാം. സിലബസും അവര് തന്നു, സിൽസിലയും അവര് തന്നു. ഞാനൊരു കൗതുകത്തിന് പറയട്ടെ, കേരളത്തിന്റെ ആ അറ്റം മുതൽ ഈ അറ്റം വരെയുള്ള എല്ലാ പള്ളികളും പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ പഴയ പള്ളികൾക്ക് പേര് ജാമിഉ മുഹിയുദ്ദീൻ എന്നായിരിക്കും, മുഹിയുദ്ദീൻ ജുമാ മസ്ജിദ് എന്നായിരിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ പേരിട്ടത്? ഇതെന്റെ വകയല്ല, ഇന്ന് കെട്ടുന്ന പള്ളികളല്ല, പഴയ ഒരു 100 കൊല്ലം പഴക്കമുള്ള നമ്മുടെ തറവാട് പള്ളികൾ, നമ്മൾ പൊളിച്ച് മാറ്റി പണിത് കളഞ്ഞ പള്ളികൾ, ആ പള്ളികളൊക്കെ ഏറ്റവും കൂടുതൽ നാമകരണം ചെയ്യപ്പെട്ടത് മുഹിയുദ്ദീൻ ജുമാ മസ്ജിദ് എന്നാണ്. കാരണം കേരളത്തിൽ ഇവർ പ്രചരിപ്പിച്ച ത്വരീഖത്ത് ഏറ്റവും കൂടുതൽ ഖാദിരിയ ത്വരീഖത്തായിരുന്നു. ഖാദിരിയ ത്വരീഖത്ത് മുഹിയുദ്ദീൻ ശൈഖ് തങ്ങൾ അവരിലേക്ക് ചേരുന്ന ത്വരീഖത്താണ്. മലബാർ മാനുവൽ വില്ലൻ ലോഗൻ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം നയിക്കാൻ ആലി മുസ്ലിയാർ, തിരൂരങ്ങാടി പള്ളിയിൽ ആലി മുസ്ലിയാരോടൊപ്പം ചേരാൻ കോഴിക്കോട്ടെ പോരാളികൾ പോകുന്ന കഥ വില്യൻ ലോഗൻ മലബാർ മാനുവൽ അദ്ദേഹത്തിന്റെ വില്യൻ ലോഗൻ എഴുതി വെക്കുന്നുണ്ട്. അന്നത്തെ മലബാറിന്റെ കളക്ടർ എന്താ അറിയോ? ഇന്ന് കോഴിക്കോടിനടുത്തൊരു സ്ഥലമാണ് വെസ്റ്റ് ഹിൽ, പഴയ ഭാഷയിൽ വെള്ളയിൽ എന്ന് പറയും. വെള്ളയിൽ മലയിൽ മമ്മുവിന്റെ വീട്ടിൽ നിന്ന് രാത്രി കുത്തുബിയെ തോതിയിട്ട് പുകയുന്ന സാമ്പ്രാണി ചുരുളുകൾക്കിടയിലൂടെ വാളുകൾ പരസ്പരം കൂട്ടിമുട്ടിച്ച് പോരാട്ട വീര്യം ആവാഹിച്ചിട്ടാണ് സ്വാതന്ത്ര്യ സമര സേനാനികൾ തിരൂരങ്ങാടിയിൽ പോയിട്ട് ആലി മുസ്ലിയാരൊപ്പം ചേർന്നിട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ സമരം നടത്തിയത് എന്ന്. സ്വാതന്ത്ര്യ സമര സേനാനികൾ പോലും ഖാദിരിയ ത്വരീഖത്തിന്റെ കുത്തുബിയെ തോതിയിട്ടാണ് പിറ്റേന്ന് പടവട്ടാൻ പോയത് എന്ന് എഴുതി വെച്ചത് ഒരു സുന്നി മുസ്ലിയാരുടെ ചരിത്ര കൃതിയല്ല. അന്നത്തെ മലബാറിന്റെ ബ്രിട്ടീഷ് കളക്ടറായിരുന്ന വില്യം ലോഗൻ അദ്ദേഹമാണ് ഇത് എഴുതി വെക്കുന്നത്. അതൊരു
സമരത്തിന്റെ കാലം ബ്രിട്ടീഷുകാർക്കെതിരായ സമരത്തിന് മുൻപന്തിയിലുണ്ടായിരുന്നത് ഈ പറയുന്ന തങ്ങന്മാരും സൂഫികളും തന്നെയാണ്. മമ്പുറം തങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ജിഫ്രി കുടുംബമാണ്. ഒരു തങ്ങൾ, നമ്മളിന്ന് വലിയ നേതാക്കന്മാർ, സംസ്ഥാന നേതാവ്, അഖിലേന്ത്യാ നേതാവ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ചിത്രം ഏറ്റവും ലഭ്യമായതിൽ ഏറ്റവും മുന്തിയ വാഹനത്തിൽ സഞ്ചരിക്കുന്ന വ്യക്തികളാണ്. സൗകര്യങ്ങളാണ്, അള്ളാഹു തന്ന അനുഗ്രഹങ്ങളാണ്. പക്ഷേ 1800-കളിലെ സംസ്ഥാന നേതാവും അഖിലേന്ത്യാ നേതാവും ഒരു കൈയിൽ വാളുമായി പോകുന്ന നേതാവായിരുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ സമരം നയിക്കാൻ മമ്പുറം തങ്ങൾ നേരിട്ട് യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഫസൽ പൂക്കോയ തങ്ങൾ നേരിട്ട് യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അവരൊരു കാലത്ത് മലബാർ മുസ്ലിങ്ങളുടെ നേതാക്കന്മാരായിരുന്നു. പിന്നീട് വഫാത്താവുന്നു, ഷഹീദാവുന്നു. കേരളീയ മുസ്ലിങ്ങൾ അതിരൂക്ഷമായൊരു അനാഥത്വത്തിലേക്ക് പോകുന്നു. നേതൃത്വമില്ല. ആലോചിച്ച് നോക്കണം. തങ്ങന്മാരില്ലാതായപ്പോൾ, ഞാനിത് പൂട്ടി വെക്കുന്നു, ഇത് ചരിത്രം ഇനിയും നീളും, നോക്കി വായിക്കുമ്പോൾ ഇനിയും നീളും, മതി, നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഇത്രയും വളരെ മനോഹരമായി വന്ന കേരളത്തിന്റെ ചരിത്രം. പക്ഷെ അതിൽ ഒരു ഘട്ടം വരുന്നത് ഈ പറയുന്ന മമ്പുറം തങ്ങന്മാർ, അതേപോലെയുള്ള സൂഫികൾ, അവരില്ലാതായപ്പോൾ അതിശക്തമായ അനാഥത്വം ഉണ്ടാവുകയും ആ അനാഥത്വത്തിലാണ് പിന്നീട് 1920-കളിൽ മലബാർ ലഹളയ്ക്ക് ഉണ്ടാവുന്നത്. നാഥനില്ലായ്മ. ആരോട് ചെന്ന് പരാതി പറയും? വാളെടുത്തവർക്കൊക്കെ വെളിച്ചപ്പാട്. കുറെ ആളുകൾ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം നയിക്കാൻ, കുറെ ആളുകൾ ബ്രിട്ടീഷുകാരുടെ കൂടെ പോകാൻ. ഒരു വ്യവസ്ഥാപിതമായ നേതൃത്വം മുസ്ലിം സമൂഹത്തിന് ഇല്ലാതെ പോയപ്പോൾ മലബാർ ലഹള ഉണ്ടായി. മലബാർ ലഹള ഉണ്ടാവുന്ന കാലത്ത് തന്നെ ചരിത്രമാണ്. ആ സമയത്തിന് 1914-18 ഒന്നാം ലോക മഹായുദ്ധം ഉണ്ടാവും. ഒന്നാം ലോക മഹായുദ്ധത്തിൽ മുസ്ലിം ലോകത്തെ നയിച്ചുകൊണ്ടിരുന്ന ഓട്ടോമൻ എംപയർ, തുർക്കി ഖിലാഫ തകരുന്നു. കാരണം അന്ന് തുർക്കി ജർമ്മനിക്ക് പിന്തുണ കൊടുക്കുന്നു. ജർമ്മനി ഒന്നാം ലോക മഹായുദ്ധത്തിൽ തോറ്റു തൊലഞ്ഞു പോകുന്നു. ജർമ്മനി തോറ്റപ്പോൾ സ്വാഭാവികമായി ബ്രിട്ടൻ ജയിക്കുന്നു, തുർക്കി തോക്കുന്നു. ആ സമയത്ത് തുർക്കി ഖിലാഫ, ഉസ്മാനിയ ഖിലാഫ തകരുന്നു. പിന്നീട് ബ്രിട്ടീഷുകാർ നമ്മുടെ കേരളത്തിൽ ഈ നമ്മുടെ സിസ്റ്റങ്ങളെ, അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ രീതികളെ പരിഹസിക്കുന്ന ഒരു സലഫി മനോഭാവം ഉണ്ടാവുന്ന കാലം വാസ്തവത്തിൽ അതാണ്. ബ്രിട്ടീഷുകാർ ഓട്ടോമൻ എംപയർ തകർക്കുന്നു, തുർക്കി ഖിലാഫ തകർക്കുന്നു. ആ സമയത്ത് അവിടെ ഇസ്ലാമിക് മോഡേണിസം തുർക്കിയിൽ വരുന്നു. ആദ്യമായി പ്രാദേശിക ഭാഷയിൽ ഖുത്ബയുണ്ടാവുന്ന തുർക്കിയിലാണ്. ഈ പറയുന്ന കാലത്ത് ഓട്ടോമൻ എംപയർ തകർന്നപ്പോൾ ടർക്കിഷ് ഭാഷയിലേക്ക് മുസ്തഫ കമാൽ പാഷ അദ്ദേഹം ഖുത്ബ മാറ്റാൻ വേണ്ടി പറയുന്നു. മോഡേണിസ്റ്റ് ആണ്, ഇസ്ലാമിക് മോഡേണിസ്റ്റ് ആണ്. അതിനുശേഷമാണ് കേരളത്തിൽ ആദ്യമായി മലയാളത്തിൽ ഖുത്ബ വരുന്നത്. കാരണം അവിടെ പരമ്പരാഗതമായ തദ്ദേശീയമായ ട്രഡീഷണൽ ഇസ്ലാം തന്നെ തുർക്കിയിൽ ബാക്കിയായാൽ, ഓട്ടോമൻ എംപയർ ബാക്കിയായാൽ ബ്രിട്ടീഷുകാരുടെ കാര്യം നടക്കില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് സർക്കാർ സ്പോൺസേഡ് പെയ്ഡ് സിസ്റ്റമായിരുന്നു അവിടെ ഉണ്ടായിരുന്ന സൂഫി വിരുദ്ധ, ഔലിയ വിരുദ്ധ, തസവുഫ് വിരുദ്ധ, സുന്നി വിരുദ്ധ മുസ്ലിം പൊളിറ്റിക്സ്. അത് പിന്നെ കേരളത്തിലേക്ക് വന്നു. കേരളത്തിലേക്ക് വന്നത് മാലിക് ബിൻ ദിനാറും കൂട്ടരും വന്ന കൊടുങ്ങല്ലൂരിലേക്ക് തന്നെയാണ് കേരളത്തിൽ ആദ്യമായി സലഫി പ്രസ്ഥാനം വന്നത്. വിധി വൈപരീത്യമാണ് 1920-കളിൽ. പക്ഷേ മാലിക് ബിൻ ദിനാറും കൂട്ടരും ഇസ്ലാമിനെ ഉണ്ടാക്കിയത് പാവങ്ങൾക്കിടയിലാണ്. ഈ ഇസ്ലാം പോയത് അവിടെയുള്ള വരേണ്യർക്കിടയിലാണ്. തർക്കം ഉണ്ടാവുന്നു. ഒറ്റ വാക്കിന് പറഞ്ഞു പോയാൽ അവിടെയുള്ള മുസ്ലിം തറവാടുകൾക്കിടയിൽ, മുതലാളിമാർക്കിടയിൽ, കുലീനന്മാർക്കിടയിൽ തർക്കം ഉണ്ടാവുന്നു. ആ തർക്കം പരിഹരിക്കാൻ വേണ്ടി ഐക്യ സംഘം ഉണ്ടാവുന്നു. പിന്നെ 1922, 23, 24 ആകുമ്പോഴേക്കും നിഷ്പക്ഷ സംഘം ഉണ്ടാവുന്നു. അത് സുന്നി വിരുദ്ധമായ ഒരു സ്ട്രീമിലേക്ക് പോകുന്നു. 1924 കേരളത്തിൽ കോഴിക്കോട്ടുണ്ടായിരുന്ന വളരെ പ്രമുഖരായ സുന്നി പണ്ഡിതന്മാർ ഈ യോഗം, അവരുടെ സമ്മേളനം ബഹിഷ്കരിക്കുന്നു. അവർ കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്നൊരു സംഘടന ഉണ്ടാക്കുന്നു. 1926 ഈ പറയുന്ന സുന്നി പണ്ഡിതന്മാരൊക്കെ കൂടിച്ചേർന്ന് ജൂൺ 26 സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന വേറൊരു ഈ സുന്നി പണ്ഡിതന്മാരുടെ സംഘടന ഉണ്ടാക്കുന്നു, പ്രസ്ഥാനം ഉണ്ടാക്കുന്നു. ഇതൊക്കെ കേരളത്തിൽ ഉണ്ടാവുന്ന ഒരു നാൾവഴി എന്ന് പറയുന്നത് തുർക്കി ഖിലാഫത്തിന്റെ തകർച്ച, അന്താരാഷ്ട്ര ഇസ്ലാമിന് കൊടുത്ത ആ ആഘാതത്തിന്റെ പ്രതിഫലനം മലബാറിലും എത്തുക വഴിയായിരുന്നു. ചരിത്രമുണ്ട്. കേരളത്തിൽ മാത്രം ഇങ്ങനെ കുറെ സംഘടന ഉണ്ടായതല്ല. തുർക്കി ഖിലാഫത്ത് തകർന്നതിന്റെ ആഘാതത്തിൽ നിന്നാണ് മലബാറിലും അതിന്റെ പ്രത്യാഘാതം എന്നുള്ള നിലയിൽ സലഫി മൂവ്മെന്റ് ഒക്കെ വരുന്നത്. സലഫി മൂവ്മെന്റ് ഒക്കെ വന്നതിന് ശേഷമാണ് ഈ പറയപ്പെട്ട സിസ്റ്റങ്ങളൊക്കെ ചോദ്യം ചെയ്യപ്പെടാൻ തുടങ്ങിയത്. തുർക്കിയിൽ ടർക്കിഷിലായി ഖുത്ബ, എന്നാൽ പിന്നെ നമ്മുടെ മലയാളത്തിലാക്കി കൂടെ എന്നുള്ള ചോദ്യമൊക്കെ വരുന്നത്.
അപ്പോൾ ഞാൻ ആകെ പറഞ്ഞുണ്ടാക്കിയ സംഗതി ഈ കേരളത്തിൻ്റെ ആ പറയുന്നത് ഒരു 100 കൊല്ലം മുമ്പ് മാത്രം ഉണ്ടായ കാര്യമാണ്. അതിനുശേഷം ലോകത്തിൻ്റെ പല ഭാഗത്തും ഇതേപോലെയുള്ള സൂഫി വിരുദ്ധ ഇസ്ലാമിക് സിസ്റ്റങ്ങൾ ഉണ്ടായി. ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കണം. അതേവരെ സൂഫികളാണ്, തസവുഫിൽ അധിഷ്ഠിതമായ ഇസ്ലാമാണ് ലോക മുസ്ലിങ്ങൾക്ക് എവിടെയും വിജയം കൊടുത്തിട്ടുള്ളൂ. ഏത് കാലഘട്ടത്തിലും, പ്രവാചകന്റെ കാലം, ഖുലഫാ റാഷിദീങ്ങളുടെ കാലം, 1-ാം ലോക മഹായുദ്ധത്തിൽ ഓട്ടോമൻ എംപയർ തകരുന്നത് വരെയുള്ള കാലം, അതിനുശേഷമാണ് ഈ പറയുന്ന പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ഞാൻ ഓരോരുത്തരെയും പേരെടുത്ത് വിമർശിക്കുകയോ ആ ഭാഗത്തേക്ക് എൻ്റെ ചർച്ച കൊണ്ടുപോവുകയോ ചെയ്യുന്നില്ല. ഇന്നത്തെ ഈ സംഗമത്തിൽ ആ ഉദ്ദേശമില്ല. കേരളത്തിൽ ഇസ്ലാം ഉണ്ടായതാണല്ലോ നമ്മുടെ ചർച്ച. ഈ ഇസ്ലാം തദ്ദേശീയർ സ്വീകരിച്ചു, സൂഫികളുടെ ഇസ്ലാം കേരളക്കാരെ സ്വീകരിച്ചു. ആർക്കും പരിഭവമില്ല, പരാതിയില്ല, തെറ്റിദ്ധാരണയില്ല. ഒരു നാട്ടിൽ ഒരു മഖ്ബറ, ഒരു ദർഗ, അവിടെ ഒരു മഹാത്മാവ്, അതിനെ ചുറ്റിപ്പറ്റി വികസിക്കുന്ന ഒരു കൾച്ചർ എന്ന് പറയുന്നത് ആ നാടിലെ എല്ലാവരും കൂടിച്ചേരുന്ന ഒരു സംസ്കാരമാണ്. ഹിന്ദുക്കൾ അതിലുണ്ട്, ക്രിസ്ത്യൻസ് അതിലുണ്ട്, ദളിതർ അതിലുണ്ട്, മതമുള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്. ഒരു നാടിന്റെ വെളിച്ചമായി മാറുന്നതാണ്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഒരു പഞ്ചായത്തിൽ തന്നെ 12ഓളം മക്ബറകൾ, കേരളത്തിന്റെ ആ അറ്റം മുതൽ ഈ അറ്റം വരെ. ഒറ്റ കാര്യം ഇരുന്നിട്ട് ആലോചിച്ച് നോക്കൂ, അവിടെയൊക്കെ അന്ത്യവിശ്രമം കൊള്ളുന്ന ആളുകളുടെ പേരുകൾ അധിക പേർക്കും അറിയില്ല. ആ നാടിന്റെ പേരിലാണ് അവര് പോലും പ്രശസ്തരാകുന്നത്. കാരണം അവർ ഒരു നാടിന്റെ മുഖമായി മാറിയിരിക്കുന്നു. അവരെ നാട് ഏറ്റെടുത്തത് കൊണ്ടാണത്. മമ്പുറം തങ്ങൾ എന്നാണ് പറയുക. അദ്ദേഹത്തിന്റെ പേരെന്താന്ന് ചോദിച്ചാൽ ചരിത്രം അറിയുന്നവർക്കും ഒരുപക്ഷെ പണ്ഡിതന്മാർക്ക് മാത്രമേ അറിയുകയുള്ളൂ. മമ്പുറം തങ്ങൾ, പെരുമ്പടപ്പ് നേർച്ച, പൊന്നാനി, ഇതൊക്കെ നാടിന്റെ പേരാണ്. വെളിയങ്കോട് തങ്ങൾ, ഭീമാപ്പള്ളി ഉറൂസ്, തളങ്കര ഉറൂസ്, കുമ്പോൽ ആണ്ട് നേർച്ച, ഇതൊക്കെയാണ് വരുന്നത്. കുമ്പോൽ തങ്ങന്മാർ, ഇതേ തങ്ങന്മാർക്ക് പേരില്ലേ ഇവിടെ? അപ്പൊ ഇതേപോലെ സൂഫികൾക്കും തങ്ങന്മാർക്കും കിട്ടിയ അവർ ആർജിക്കാൻ കഴിഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് നാടിന്റെ പിന്തുണയാണ്. നാടിന്റെ പിന്തുണയാണ്. അപ്പോ എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വ്യക്തികളുടെ പേര് അപ്രസക്തമാവുകയും ആ വ്യക്തികളുടെ പേര് നാടിന്റെ പേരായി മാറുകയും ചെയ്തു. അത് വലിയൊരു വിജയമാണ്. ഇപ്പൊ വയനാട്ടിൽ പോയാൽ മാനന്തവാടി ബസ് സ്റ്റാൻഡിൽ ബാവലി എന്ന് പറഞ്ഞൊരു ബോർഡ് കാണാം. ബാവലി എന്ന് പറഞ്ഞാല് കർണാടക, തമിഴ്നാടോ ഏതോ ഒന്നിന്റെ ബോർഡറാണ് വയനാട്ടിലുള്ളത്. അവിടെ വയനാട്ടിൽ ഏറ്റവും പ്രസിദ്ധമായ പ്രശസ്തമായ ഒരു നേർച്ചയാണ്. അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാത്മാവിന്റെ പേരാണ് സയ്യിദ് ബാവ അലി. അത് മലയാളത്തിലേക്ക് ലോപിച്ചതാണ് ബാവലി. ഇന്ന് ബാവലി ഒരു വ്യക്തിയുടെ പേരല്ല, ബാവലി നാടിന്റെ പേരാണ്. പക്രന്തളം വയനാട്ടിലുള്ള വേറെ ഒരു സ്ഥലമാണ് പക്രന്തളം. അവിടെ ഒരു മക്ബറയുണ്ട്. അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന ആളുടെ പേരാണ് ഫഖ്റുദ്ദീൻ. കാടാണ്, പഴയകാലത്ത് ചൊരാണ്. തളം എന്ന് പറഞ്ഞാൽ ആനകൾ വന്നിട്ട് ഇരിക്കുന്ന സ്ഥലത്തിനാണ് തളം എന്ന് പറയാ. തളം കെട്ടിക്കിടക്കുക എന്നൊക്കെ പറയല്ലേ. അപ്പോ പഴയ കാലത്ത് അന്നത്തെ ആളുകൾ കാൽനടയായി താഴേക്ക് കോഴിക്കോടേക്ക് വരുമ്പോൾ ആനകൾ ഇവരെ ശല്യം ചെയ്യാൻ പോയാൽ ഇദ്ദേഹത്തിന്റെ മുറ്റത്ത് പോയി അഭയം തേടും. അപ്പോ യാത്രക്ക് മുമ്പേ ഇവര് പറയും, വല്ല പ്രയാസം ഉണ്ടെങ്കിൽ നമുക്ക് ഫഖ്റുദ്ദീന്റെ തളത്തിൽ പോയാൽ പോരെ, പിന്നെ അങ്ങോട്ടേക്ക് ആന വരില്ല എന്നുള്ളതാണ് കഥ. അപ്പൊ ഇന്നെന്തായി, ഫഖ്റുദ്ദീന്റെ തളം എന്നുള്ളത് ഇന്ന് നാടിന്റെ പേരായി ബോർഡിൽ അങ്ങനെ വരുന്നു. പക്രന്തളം ചുരം കേരളത്തിലുണ്ടായ അത്ഭുതമാണ്. അപ്പൊ സൂഫികളെ മുസ്ലിങ്ങളല്ല വാസ്തവത്തിൽ ഏറ്റെടുത്തത്. മുസ്ലിങ്ങൾ ഏറ്റെടുത്തു, അമുസ്ലിംസ് ഏറ്റെടുത്തു, നാട് ഏറ്റെടുത്തു, രേഖ ഏറ്റെടുത്തു, ചരിത്രം ഏറ്റെടുത്തു. സൂഫികൾക്ക് മാത്രം സാധിച്ചതാണത്. ഈ സൂഫി ഇസ്ലാം കേരളത്തിൽ ഇല്ലാതായാലാണ് മുസ്ലിങ്ങൾക്കെതിരെ ഇസ്ലാമോഫോബിയ വരിക, ഭീകരവാദ ആരോപണം വരിക. സൂഫികളെ കുറിച്ച് ആർക്കും പരാതി ഉണ്ടാവില്ല. കാരണം സൂഫികൾ ദുനിയാവിനെ വാങ്ങാനും വിൽക്കാനും നടക്കുന്നവരല്ല, ദുനിയാവിനെ വേണ്ട പോലെ ഉപയോഗിച്ച് ആഖിറത്തിലേക്ക് പോകാൻ പ്രേരിപ്പിക്കുന്നവരാണ്. പൊട്ടാ നീ മുൻതുള്ളി പിഞ്ചോരക്കട്ട, പിന്നെ നീ കാട്ടം ചുമന്നോ ഒരു കൊട്ട, പെട്ടാലോ ചത്ത ചകമല്ലേ പൊട്ട, പറ നിന്നുടൽക്ക് മഹത്വം പൊട്ട. കേരളത്തിലെ വലിയൊരു സൂഫി ഷുജായി മൊയ്ത് മുസ്ലിയാർ. ഈ പാട്ട് അല്ലെങ്കിൽ ഈ 4 വരി മുസ്ലിങ്ങളോട് മാത്രമാണോ സംസാരിക്കുന്നത്? കൂടുന്നു കൊല്ലങ്ങൾ മാസങ്ങളാഴ്ച,
കടികൾ കണക്കിൻ നിന്നായുസിൻ തീർച്ച. തേടുന്നു അവകൾ നിന്നെ മൺവീട്ടിലേക്ക്, തഞ്ചം നീ നോക്കുന്നു പൊൻവീട്ടിലേക്ക്. അകക്കൺ തുറന്നാകെ നോക്കൊന്നു മാടാ, ഉത്സാരമോർത്താൽ ഉറങ്ങാമോ കാടാ. മുഖക്കണ്ണടക്കുൽ തുറക്കട്ട മാടാ, പൂട്ടിട്ട പൊഞ്ചപ്പിൽ മുത്തുണ്ടുകാടാ. പൊട്ടാ നീ മുൻതുള്ളി, പഴയ ഉർദിയിൽ സാമാര് പറയില്ലേ, പൊട്ടാ നീ മുൻതുള്ളി, മുമ്പ് നീ നിന്റെ പിതാവിന്റെ ഒരു ശുക്ലത്തുള്ളിയായിരുന്നു. പിന്തുള്ളി പൊട്ടാ മുൻതുള്ളി, പിന്നീട് ചോരക്കട്ട. ആദ്യം ഒരു ശുക്ല കണം, പിന്നീട് ഒരു ചോരക്കട്ട, പിന്നെ കാട്ടം ചുമന്ന ഒരു കൊട്ട, പിന്നെ കാട്ടം ചുമന്നൊരു കൊട്ട. നീ പിന്നെ എന്തിനാണ് നാട്ടിൽ കുഴപ്പമുണ്ടാക്കുന്ന അഹങ്കരിക്കുന്നതെന്നാണ് ചോദ്യം. അതാണൊരു ദർശനമായി മാറിയത്. അവിടെ പിന്നെ വൈരമില്ല, ശാസ്ത്രവമില്ല, വർഗീയതയില്ല, വംശീയതയില്ല. പെട്ടാലോ, മരണപ്പെട്ടാലോ, തീപ്പെട്ടാലോ, ചത്ത ചകമല്ലേ പൊട്ട. പിന്നെ നീ മരിക്കേണ്ടി വരും, പിന്നെ ഒരു ശവല്ലേ നീ. പറ, ആടുന്നവനെ, ഇളകുന്നവനെ, നൃത്തം ചെയ്യുന്നവളെ, ചെയ്യുന്നവനെ, ഇതൊക്കെയല്ലേ വിഷയം. തുള്ളു തന്നെ, ആർമാദിക്കു തന്നെ, ബഹളം വെക്കു തന്നെ. സ്റ്റെപ്പ് അറിയാത്ത ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും സമൂഹത്തിൽ വിലയില്ല. അവിടെയാണ് ശുജായി മലയാളത്തോട് ചോദിച്ചത്. പറ, നീ പറടാ, പറടി, നിന്നുടൽക്ക് മഹത്വം, നിന്റെ ശരീരത്തിന് എന്തുണ്ട് മഹത്വം, നിന്റെ ആത്മാവിനെ മഹത്വമുള്ളൂ. ഇതാണ് സൂഫികൾ കേരളത്തോട് പറഞ്ഞത്. ശരീരത്തിന് മഹത്വം ഇല്ല. നിന്റെ എടുപ്പും നിന്റെ നിപ്പും നിന്റെ കുനിപ്പും നിന്റെ നടപ്പും നിന്റെ മുന്തിപ്പും നിന്റെ പടക്കലും നിന്റെ പാട്ടും നിന്റെ സ്റ്റെപ്പും നിന്റെ നൃത്തവും, പറ, അതൊക്കെ എന്താണ്? കാട്ടം ചുമക്കുന്ന കൊട്ടയുടെ കഥകളാണ്. എവിടെയാണ് മഹത്വമുള്ളത് എന്ന് ചോദിച്ചാൽ മഹത്വമുള്ളത് ഹൃദയത്തിലാണ്. കൂടുന്നു കൊല്ലങ്ങൾ, നമ്മളോടാണ് ഈ പറയുന്നത്. കൂടുന്നു കൊല്ലങ്ങൾ, ഞാൻ നിർത്തുകയാണ്. കൂടുന്നു കൊല്ലങ്ങൾ, മാസങ്ങളാഴ്ച, കൊല്ലങ്ങൾ കൂടുന്നു, മാസങ്ങൾ കൂടുന്നു, ആഴ്ചകൾ കൂടുന്നു. ഗടികൾ കണക്കിൻ നിന്നായുസിൻ തീർച്ച. ശുജായി മൊയ്തു മുസ്ലിയാര് ഒരു മൊയ്തുല്യാർ എന്ന് ചിന്തിക്കണ്ട. അതേപോലെ ഒരു മുസ്ലിയാർ അതിന് മുമ്പും കേരളം കണ്ടില്ല, അതിന് ശേഷവും കേരളം കണ്ടില്ല.